ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാൽ കൊല്ലപ്പെട്ട കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് കോടതി. വിശാൽ കൊല്ലപ്പെട്ട 13 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇന്ന് കേസിൽ വിധി വന്നിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് കാണിച്ചാണ് എല്ലാ പ്രതികളെയും വെറുതെ വിട്ടത്. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന 19 പേരാണ് കേസിലെ പ്രതികൾ. ആദ്യത്തെ 12 പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. കേസിലെ 19 പ്രതികളും നിലവിൽ ജാമ്യത്തിലാണ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് തുടർന്നുള്ള അന്വേഷണം പൂർത്തിയാക്കിയത്. കേസിന്റെ വിചാരണ നടത്തിപ്പിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കണമെന്നുള്ള വിശാലിന്റെ മാതാപിതാക്കളുടെ അപേക്ഷ അംഗീകരിക്കുവാൻ LDF സർക്കാർ തുടക്കത്തിൽ തയ്യാറായില്ല. പിന്നീട് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ നിയോഗിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി. സംഭവ ദിവസം രാവിലെ 10:45 കുത്തേറ്റ വിശാലിനെ ആദ്യം ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ വിശാൽ മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ പോപ്പുലർ ഫ്രണ്ടുകാരാണ് തന്നെ കുത്തിയതെന്ന് വിശാൽ സുഹൃത്തിനോട് പറഞ്ഞത് പ്രോസിക്യൂഷൻ തെളിവായി ഹാജരാക്കിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത 3-ാം പ്രതി ഷെഫീഖിന്റെ തിരിച്ചറിയൽ കാർഡും പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെടുത്ത ആയുധങ്ങളും കേസിലെ നിർണായക തെളിവുകളായി ഹാജരാക്കിയിരുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലക്കാരായ പ്രതികൾ കൃത്യത്തിനു ശേഷം കായംകുളത്തുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ പാർത്തിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ചെങ്ങന്നൂരും പരിസരത്തും നടത്തിയിരുന്ന ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ വിശാലും സുഹൃത്തുക്കളും ശക്തമായി എതിർത്തതിലുള്ള വൈരാഗ്യത്തിലാണ് രാഷ്ട്രീയ ശത്രുക്കളെ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം പരിശീലനം ലഭിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രതികൾ സ്ഥലത്തെത്തി കൊലപ്പെടുത്തിയെന്ന വാദമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് പടിക്കൽ പ്രധാനമായും ഉയർത്തിയത്. കേസിന്റെ വിചാരണ വേളയിൽ പ്രതികളെ സാക്ഷികൾ തിരിച്ചറിയുന്നതിന് പരമാവധി ഒഴിവാക്കി ഒരേ വേഷവിധാനത്തോടെയാണ് പ്രതികൾ കോടതിയിൽ ഹാജരായത്. എന്നാൽ സാക്ഷികൾ പ്രതികളെ എല്ലാവരെയും തന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. ഇതിനിടെ ജാമ്യത്തിൽ ഇറങ്ങിയ കേസിലെ ഒരു പ്രതി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടനുബന്ധിച്ച പന്തളത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് പന്തളം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് പ്രതിയുടെ ജാമ്യം ക്യാൻസൽ ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ചെങ്ങന്നൂർ കാരക്കോടിന് സമീപം പ്രതികൾ ഉപേക്ഷിച്ച ആയുധം പ്രതികളുടെ കുറ്റസമ്മത മൊഴിയിൽ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെടുത്തിരുന്നു. കേസിന്റെ വിചാരണ വേളയിൽ കേസിലെ സാക്ഷികളായ KSU SFI പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടുകാരായ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചതിനെ തുടർന്ന് സാക്ഷികൾ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപാതകങ്ങൾ നടത്തിയതായി അറിവില്ലെന്ന് പറഞ്ഞ SFI-കാരനായ സാക്ഷിയോട് മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിനെ കുറിച്ച് അറിയുമോ എന്ന് പ്രോസിക്യൂട്ടർ ചോദിച്ചിരുന്നു. കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും 55 സാക്ഷികളെയും 205 രേഖകളും കോടതിയിൽ ഹാജരാക്കി. ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഉൾപ്പെടെ 3 DYSPമാരാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. പ്രോസിക്യൂഷനു വേണ്ടി പ്രതാപ് ജി പടിക്കലിനൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കോട്ടൂർ, മഹേശ്വർ പടിക്കൽ, നീരജ ഷാജി എന്നിവരാണ് ഹാജരായത്.